കോടിക്കണക്കിന് വർഷം ഹാഫ് ലൈഫ് ഉള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഇന്ധനമാക്കി ഉപയോഗിച്ചാണ് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനത്തെ റിയാക്ടറുകൾ കൊണ്ടാണ് ആണവ കപ്പലുകളും പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇവയ്ക്ക് ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യകതയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇത്തരം കപ്പലുകൾക്ക് കടലിൽ തന്നെ ചിലവഴിക്കാൻ സാധിക്കുന്നു എന്നൊരു നേട്ടവുമുണ്ട്. എന്നാൽ ശരിക്കും ഇത്തരം ആണവോർജ്ജ കപ്പലുകളും ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം നിറയ്ക്കാറുണ്ട് എന്നതാണ് സത്യം. യുറേനിയം പോലുള്ള മൂലകങ്ങളുടെ ന്യൂക്ലിയസ് പിളർക്കുമ്പോൾ വലിയ അളവിൽ ഊർജ്ജം പുറത്തു വരുന്നു. ഈ ഊർജ്ജം വെള്ളത്തെ ചൂടാക്കാൻ ഉപയോഗിക്കുകയും തന്മൂലമുണ്ടാകുന്ന നീരാവി ടർബൈനുകൾ പ്രവർത്തിപ്പിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെറിയ അളവിലുള്ള യുറേനിയം കൊണ്ട് വളരെ കാലം കപ്പൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. എന്നാൽ കാലക്രമേണ യുറേനിയം ഐസോട്ടോപ്പുകളുടെ അളവിൽ വരുന്ന മാറ്റം റിയാക്ടറിന്റെ എഫിഷ്യൻസി കുറയ്ക്കുകയും ഇന്ധനമായി യുറേനിയം മാറ്റേണ്ടതായി വരുന്നു. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ആവശ്യകതയില്ല. പകരം 10, 20 അല്ലെങ്കിൽ 30 വർഷത്തിലൊരിക്കലാകും ഇങ്ങനെ ഇന്ധനം മാറേണ്ടതായി വരുക. ഇതിനായി ചുരുങ്ങിയത് 2 മുതൽ 3 വർഷം വരെ എടുക്കുന്നു. സങ്കീർണവും കർശനവുമായ സുരക്ഷാ നടപടികൾ പാലിച്ചും റേഡിയേഷൻ എക്സ്പോഷർ ഒഴിവാക്കിയും പരിസ്ഥിതി മലിനീകരണം പരമാവധി കുറച്ച് നടത്തുന്നതുകൊണ്ടാണ് ഇത്രയും അധികം സമയം